ഇതാണ് മാജിക്. എന്താണെന്നുള്ളത് പറയാം. നിങ്ങളുടെ ചർമ്മത്തെ അലട്ടുന്ന പ്രശ്നമാണോ നിറക്കുറവ്? നിങ്ങൾക്ക് നിറക്കുറവൊക്കെ മാറ്റി ചർമ്മം വെട്ടിത്തിളങ്ങണോ? ഞാൻ തുടക്കത്തിലെ തന്നെ പറയുകയാണ്, ഒരു ദിവസം കൊണ്ടൊന്നും വെട്ടിത്തിളങ്ങില്ല. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. 3-4 ദിവസം എടുക്കും നിങ്ങളുടെ ചർമ്മം നല്ല പോലെ വെട്ടിത്തിളങ്ങും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്തുണ്ടാകുന്ന നിറക്കുറവ്, മുഖത്തെ പാടുകളൊക്കെ വെറും ദിവസങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റുന്ന ഒരു കിടിലനൊരു പാക്കാണ്. ഇവിടെ ഞാൻ റിസൾട്ട് കാണിക്കുന്നത് ആദ്യത്തെ ദിവസം ഇട്ടപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ 2ാമത്തെ ദിവസവും ഞാൻ ആ ഒരു പറയുന്ന ഭാഗത്തിടുകയും 3ാമത്തെ ദിവസം ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഞാൻ കരുതിയത്. കാരണം 3ാമത്തെ ദിവസം ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ മാറ്റം കാണാൻ സാധിച്ചു. നിങ്ങൾക്കും 3ാമത്തെ ദിവസമൊക്കെ കിട്ടും കേട്ടോ. ആദ്യത്തെ ദിവസം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടുമെന്ന് വെച്ച് നിങ്ങളത് നിർത്തരുത്. കുറച്ച് ദിവസം കൂടെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പെർമനൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കൂടി സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും ഫേസ് സ്കിന്നിനകത്തുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് പല സെലിബ്രിറ്റികളും ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. അവരുടെ സ്കിൻ കെയറിനകത്ത് അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ. നിങ്ങൾക്കും നല്ല പോലെ മാറ്റം കിട്ടും. അവർ കുഞ്ഞിലേ തൊട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു പാക്ക് അവരിപ്പോഴും അത് നിലനിർത്തി അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ചുളിവൊന്നും വരുത്താതെ സ്കിന്നിന് യൗവനത്തോടുകൂടിയും തിളക്കത്തോടുകൂടിയും നിർത്താൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചുള്ള റിസൾട്ടും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് റോസ് പെറ്റൽ പൗഡറാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഓൺലൈൻ വഴി മേടിച്ചേക്കുന്ന റോസ് പെറ്റൽ പൗഡറാണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ട് എടുത്താലും മതിയാകും. ഇവിടെ ഇപ്പം എനിക്ക് റോസിൻ്റെ ആ ഒരു കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ റോസ് പെറ്റൽ പൗഡർ മേടിച്ചത് ഓൺലൈൻ വഴിയായിട്ട്. ഇതാണ് സംഭവം, റോസ് പെറ്റൽ പൗഡർ. നല്ല പട്ട് റോസിൻ്റെ പൗഡറാണ് കിട്ടിയേക്കുന്നത് കേട്ടോ, റോസ് പെറ്റൽ പൗഡർ. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് പെറ്റൽ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ അലവേറ, 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് തേൻ. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്ത് കൊടുക്കാം. ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ആണ് തേൻ ചേർക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തേൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. നല്ല പോലെ മിക്സ് ആക്കുകയാണ്. തെറിച്ച് പോകുമ്പോൾ സമയത്ത് നല്ല പോലെ മിക്സ് ആക്കുകയാണ്. കണ്ടോ, മിക്സ് ആക്കി കൊടുക്കുകയാണ്. നല്ല പട്ട് റോസാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ റോസാ ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ പൂക്കൾ, പട്ട് റോസിൻ്റെ ആണ് ഏറ്റവും നല്ലത്. അതെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മിക്സിയിലിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം അതിലിട്ട് പൊടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വഴി പട്ട് റോസിൻ്റെ പൗഡറൊക്കെ മേടിക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് 1/2 മുറി ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 മുറി ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയും അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കാം. കണ്ടോ, നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇട്ടിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലല്ല ഇടുന്നത്, കൈകളിലാണ് ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം. എന്തായാലും ഞാൻ ഇട്ട് കാണിക്കട്ടെ. ഇത് കണ്ടോ, എൻ്റെ കയ്യിലേക്ക് ഇടുകയാണ്. ഇടുന്ന സമയത്ത് കണ്ടോ, നമുക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം. കണ്ടോ, കിടലെന്നാണ് ഈ സംഭവം. ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഇപ്പോൾ ഇട്ടതേ ഉള്ളല്ലോ, പിന്നെ എങ്ങനെ പറയും കിടിലനാണെന്ന്. ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ പ്രാവശ്യം ചെയ്തതാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ഒന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉപയോഗിക്കണ്ടേ അതിനുവേണ്ടി. എന്തായാലും നമുക്കിതൊരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഭയങ്കരമായ ഡ്രൈ ആയിട്ട് പൊഴിഞ്ഞു പോകുന്ന പരുവമൊന്നും വരെ വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് സ്കിന്നിലേക്ക് പിടിക്കുന്നതിനൊരു പരുവമുണ്ട്. ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. തുടച്ച് മാറ്റാം. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മുകളിലൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് തുടച്ച് മാറ്റാം. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഞാൻ തുടയ്ക്കാം. വാവ്, ഇത് കണ്ടോ, സംഭവം കണ്ടോ, തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾ കണ്ടോ.
ഇത് കണ്ടോ, നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ എൻ്റെ ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ, ഇവിടുത്തെയും ഈ ഒരു ചർമ്മം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, നല്ല പോലെ തിളക്കം വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ, സംഭവം കിടുവാണ്. കണ്ടല്ലോ, മാറ്റമൊക്കെ കണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ ദിവസമാണ് എനിക്ക് മാറ്റം നല്ലതുപോലെ കാണാൻ സാധിച്ചത്. നിങ്ങൾക്കും ചിലപ്പം 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പോയല്ലോ. ഒരു 3-4 ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനും കൂടി നോക്കണേ. അടിപൊളിയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിന് ചേഞ്ചസ് കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.